Hello Makle. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾക്ക് ഓണം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് മിസ് പറയാൻ പോകുന്നത്. അപ്പം മിസ്സിന് അറിയാം നിങ്ങൾക്ക് ഓണം എക്സാം ഒഫീഷ്യലി ഗവൺമെൻറ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല, നമ്മുടെ സ്കൂളിൽ നിന്നിടുന്ന ടീച്ചേഴ്സ് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓണം എക്സാമിന് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നുണ്ടാവുക. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ബോട്ടണിയിലും സുവോളജിയിലും മൂന്ന് ചാപ്റ്റേഴ്സ് വീതമുണ്ട് അല്ലേ. അപ്പോൾ ബോട്ടണിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പ്ലാൻ കിങ്ഡം ഉണ്ട്, മോർഫോളജി ഉണ്ട്. ദെൻ സുവോളജി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലിവിങ് വേൾഡ് ഉണ്ട്, അനിമൽ കിങ്ഡം ഉണ്ട്, ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് ഉണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ, അപ്പം ഇത് മിസ് തന്നെ സ്വന്തമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ ഫസ്റ്റ് ടേം എക്സാംസിന് എങ്ങനെയാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്, ഓരോ ചാപ്റ്ററിനും എത്രത്തോളം മാർക്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതിൻ്റെ ബേസിസിലാണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതേ ബോട്ടണിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ പ്ലാൻ കിങ്ഡം ആൻഡ് മോർഫോളജി. ഇവിടെ നമുക്ക് എന്തില്ല, നമുക്ക് അനാട്ടമി ഇല്ല. ഓക്കെ, അനാട്ടമി ഇല്ല, അപ്പോൾ അതുകൊണ്ട് മിസ് അനാട്ടമീനെ മായ്ച്ചു കളയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സുവോളജി സെക്ഷനിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ലിവിങ് വേൾഡ് ഉണ്ട്, അനിമൽ കിങ്ഡം ഉണ്ട്, ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടണിയിലും 30 മാർക്സ്, അതുപോലെ തന്നെ സുവോളജിയിലും 30 മാർക്സ് ആണ്. പക്ഷേ നിങ്ങളുടെ ടോട്ടൽ സ്കോർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 39 കാണാം. അത് ഓർ ക്വസ്റ്റ്യൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ടോട്ടൽ സ്കോർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇപ്പം നമുക്ക് ബോട്ടണിയിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ 1 to 7 വരെയുള്ള എ സെക്ഷൻ ആണെങ്കിൽ അതിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 8 to 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 എഴുതിയാൽ മതി, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് ടോട്ടൽ സ്കോർ, അങ്ങനെ ഓർ ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 30 മാർക്സിനുള്ളത് എഴുതിയാൽ മതിയാവും. റെഡി. അപ്പോൾ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് 8 മാർക്സിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ പ്ലാൻ കിങ്ഡത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 15 മാർക്സിന് വരെയുള്ള വെയിറ്റേജിനുണ്ടാവും. ആൻഡ് മോർഫോളജിയിൽ 13. അതായത് ഇപ്പോഴത്തെ ഈ ടോട്ടൽ ചാപ്റ്റേഴ്സ് നോക്കിയാൽ പ്ലാൻ കിങ്ഡവും മോർഫോളജിയിലുമാണ് നമുക്ക് ഒത്തിരി വെയിറ്റേജ് വന്നിട്ടുള്ളത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കമ്പാരിറ്റീവ്ലി ഒരു കുഞ്ഞ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വെയിറ്റേജും കുറവാണ്. ദെൻ സുവോളജി സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം അനിമൽ കിങ്ഡം വിട്ടൊരു കളിയില്ല. അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാതെ എൻ്റെ മക്കൾ ഓണം എക്സാമിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് 31 മാർക്സിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അതായത് നമ്മളെ A+ എത്തിക്കാനും നേരെ നമ്മളെ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാക്കാൻ വരെയുള്ളൊരു ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലിവിങ് വേൾഡ് നമുക്കൊരു 6 മാർക്ക്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇത് മുൻ വർഷങ്ങളിൽ 2 മാർക്സിനെ ചോദിച്ചിട്ടുള്ളൂ. അതിനർത്ഥം ഈ വർഷം 2 മാർക്ക് ആയിരിക്കണമെന്നില്ല. കാരണം പണ്ടത്തെ നോക്കുകയാണെങ്കിൽ 2019 നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വന്നിട്ടുള്ളൂ. ചിലപ്പോൾ ചില പോർഷൻസ് പകുതി വരെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സ്ട്രക്ചറൽ ഓർഗനൈസേഷന് 2 മാർക്കായിരിക്കില്ല, അതിനേക്കാൾ കൂടുതലുണ്ടാവും. ഇത് 2019 ഓണം എക്സാമിൻ്റെ ബേസിസിലുള്ള വെയിറ്റേജ് ആണ്. നമുക്കൊരു 6 to 8 വരെ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 6 to 8 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അനിമൽ കിങ്ഡത്തിൽ നിന്ന് കുറയും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ +1 നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ ഓരോ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇടുന്ന പേപ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിപ്പം ഈ ഏരിയ ഇമ്പോർട്ടൻറ്റ്, ആ ഏരിയ ഇമ്പോർട്ടൻറ്റ് നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമുക്കിപ്പോൾ ടീച്ചേഴ്സിന് തോന്നുകയാണ് ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അതാണ് ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിവതും ഇതെന്ത് ചെയ്യുക, കുറച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഒന്നും കയ്യിലില്ല എന്നാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ സ്ട്രെസ് ചെയ്യുക. അതല്ലാത്തവരാണെങ്കിൽ ഫുൾ ചാപ്റ്റർ ഒന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇതാണ് നമ്മളുടെ വെയിറ്റേജ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സുവോളജി സെക്ഷനിൽ അനിമൽ കിങ്ഡത്തിനെ സ്ട്രെസ് ചെയ്യുക. ഇവിടെ നമുക്ക് പ്ലാൻ കിങ്ഡം, മോർഫോളജിയും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും ഈക്വലി നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക, പഠിക്കാതിരിക്കരുത്. അത് നിങ്ങളുടെ ലോഡ് കൂട്ടുകയുള്ളൂ, കുറയ്ക്കില്ല. റെഡി?